നീയാണ് അവൾക്കെല്ലാം. അതിനുശേഷമേ ഞങ്ങളൊക്കെ ഉള്ളൂ. കാരണം അവൾ നിന്റെ ഭാര്യയാ, അത് മറക്കരുത്. സച്ചേട്ടാ, ഫുഡ് കഴിക്കാം. വേഗം ഫ്രഷ് ആയിട്ട് വാ. വേണ്ട. അതെന്തു പറ്റി? നേരം വൈകിയതുകൊണ്ടാണോ? അല്ല, ഞാനൊരു പാർട്ടി കഴിഞ്ഞാ വരുന്നേ. അവിടുന്ന് കഴിച്ചു. താൻ കഴിച്ചോ? ഞാൻ കരുതി ഇവിടെ വന്നിട്ടേ കഴിക്കൂന്ന്. അതാ കാത്തിരുന്ന്. ഇതിനിടയിൽ ഒന്ന് ഷീറ്റ് വിരിച്ചിട്ട് പോയോ? താൻ ഇത്ര അരഗന്റായി പോയല്ലോ. എടാ, അവളൊരു പാവമല്ലേ? അച്ഛൻ പറഞ്ഞതിൽ യാഥാർത്ഥ്യമില്ലേ? മറ്റുള്ളവരോട് പെരുമാറുന്ന പോലെ എനിക്കെന്താ അർച്ചനയോട് പെരുമാറാൻ കഴിയാത്തത്? ഭാര്യയായിട്ടല്ല, നല്ലൊരു സുഹൃത്തായിട്ട് പോലും. ശേ, കഴിച്ചിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് വിളിച്ചെങ്കിലും പറയായിരുന്നു. അതിന് ഞാൻ ആരാ സച്ചേട്ടന്റെ? സച്ചേട്ടൻ എന്താ ഇവിടെ? ഞാൻ കിടക്കാനുള്ളതൊക്കെ വിരിച്ചിട്ടിരുന്നു. താൻ എന്തെങ്കിലും കഴിച്ചോ? അത് സാരമില്ല. അത് സാരമുള്ളതാ. സച്ചേട്ടൻ കഴിച്ചിട്ടല്ലേ വന്നേ? അതപ്പോഴല്ലേ. ഇപ്പൊ വിശക്കാൻ തുടങ്ങി. ബാക്കി സാധനങ്ങൾ എടുത്തോണ്ടോ, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം.
സച്ചേട്ടനിരിക്കുക, ഞാൻ വിളമ്പിത്തരാം. അത് വേണ്ട, താനും കൂടി ഇരിക്കേ. താൻ പോയി കൈ കഴുകിട്ടോ. ഞാൻ വിളമ്പിത്തരാം. അതൊക്കെ ഞാൻ ചെയ്തോളാം, താൻ ഇരിക്കേ. ഇരിക്കടോ. ഇരിക്കേ. കഴിക്കേ. ഒരു ചപ്പാത്തിയോടെ എടുക്കട്ടെ. താൻ കരയാണോ? കരഞ്ഞതല്ല സച്ചേട്ടാ, സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോയതാ. ഞാൻ ചില നേരങ്ങളില് തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടല്ലേ? ഒരിക്കലും എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. തനിക്ക് എന്നോട് പറയാലോ. എന്ത്? തനിക്കെന്തെങ്കിലും വിഷമങ്ങൾ തോന്നുമ്പോ? എന്തും മനസ്സിലടക്കി എനിക്ക് ശീലമുള്ള സച്ചേട്ടാ. പരാതിയും പരിഭവവും ആരോടും പറഞ്ഞ് ശീലമില്ല. കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളേ ഉള്ളൂ. ഞാൻ ചില നേരങ്ങളിൽ ടോട്ടലി ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോവും. അപ്പോ എങ്ങനെ പെരുമാറുന്നു പോലും എനിക്കറിയില്ല. അത് സച്ചേന്റെ മനസ്സിലുള്ളത് ആരോടും തുറന്ന് ഷെയർ ചെയ്യാത്തോണ്ടാ. ഭാഗ്യം, ആരും എഴുന്നേറ്റില്ല. ഇരിക്കെ. സോറി സച്ചേട്ടാ, ഞാൻ അറിയാതെ. ഇറ്റ്സ് ഓക്കെ. അല്ല, താനോട് പോവാ? അതൊന്ന് ക്ലീൻ ചെയ്യാൻ. ഇവിടെ ഇരിക്കെ. ഇത് കഴിച്ചിട്ട് മതി ഇനി എന്തും. ഇരിക്കടോ. ഇരിക്കാൻ. കഴിക്കേ. എന്റെ കൃഷ്ണ, ഇന്നത്തെ ദിവസം പോലെ എന്നും പോകാൻ എന്നെ അല്ല ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകുന്നു. അത്രമാത്രം എല്ലാവർക്കും തിരക്കാ, എനിക്ക് മാത്രം തിരക്കില്ല. നേരം വെളുക്കുന്നു, രാത്രിയാവുന്നു. അതെ, നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നപ്പോ എന്ത് സന്തോഷം ഉണ്ടായിരുന്നല്ലേ. ഞാൻ രാത്രി ആവരുതേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്.
നമ്മളൊന്ന് മനസ്സ് തുറന്ന് സന്തോഷിച്ചിട്ട് എത്ര കാലമായല്ലേ? ഇവളീ നേരത്തെ ആരോടാ സംസാരിക്കുന്നത്? എനിക്ക് ഓർമ്മകളൊക്കെ വരുമ്പോ കരച്ചിൽ വരും. അപ്പൊ നിന്നെ കാണാൻ തോന്നും. അതൊക്കെ എങ്ങോട്ടോ പോയി മറിഞ്ഞ കാലവും സന്തോഷങ്ങളുമാ. ഇടയ്ക്കിടെ ഓർക്കാൻ മാത്രമുള്ളവയായി തീർന്നു. ശരി, ഞാൻ വെക്കുവോ? സച്ചേട്ടാ, ഒന്ന് നിന്നേ, ഒന്ന് പറയട്ടെ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. സച്ചേട്ടാ. എന്നോടാണോ? ഇവിടെ പിന്നെ ആരാ ഉള്ളത്? അല്ല, ഇത്ര നേരം ഫോണിൽ സംസാരിക്കായിരുന്നല്ലോ. അതാണോ കാര്യം? അപ്പോ ഞാൻ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ കേട്ട് നിൽക്കുകയായിരുന്നു അല്ലേ? ഞാൻ ആരോടാ സംസാരിച്ചെന്ന് അറിയണ്ടേ സച്ചേട്ടന്? അതിന്റെ ആവശ്യമില്ല. അതെന്താ അങ്ങനെ? അത് വേണ്ട. അതിന് 2 കാരണങ്ങളുണ്ട്. കേൾക്കട്ടെ ആ കാരണങ്ങള്. ഒന്ന്, തനിക്ക് ആരോട് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാനുള്ള അവകാശമുണ്ട്. രണ്ടാമത്തെ കാരണം, തന്നെ ചോദ്യം ചെയ്യാനുള്ള യാതൊരു അവകാശവും എനിക്കില്ല. ഒരവകാശവും സച്ചേട്ടനില്ലേ? ഇല്ലെന്നാണ് എൻ്റെ ധാരണ. കാരണം തൻ്റെ ഭർത്താവല്ലാത്ത ഞാൻ എന്തവകാശത്തിന് പുറത്ത് തന്നെ ചോദ്യം ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സച്ചേട്ടനെ കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ. താൻ പൂർണ്ണമായി ഇൻഡിപെൻഡന്റ് ആയ ഒരു സ്ത്രീയാണ്. ആരുടെയും സ്വകാര്യതകളിൽ മറ്റുള്ളവർ കടന്നു കയറുന്നത് മാന്യതയല്ല. എനിക്ക് സച്ചേട്ടൻ അറിയാത്ത യാതൊരു സ്വകാര്യതയില്ല. നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. ഞാൻ ഇതിനൊന്നും അല്ല സച്ചേട്ടനോട് നിൽക്കാൻ പറഞ്ഞത്. എന്റെ ജീവിതത്തിലെ ഒരു സന്തോഷം പറയാനാ. എനിക്കൊന്നും കേൾക്കണ്ട. സന്തോഷം സങ്കടമൊക്കെ തൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. എനിക്കിപ്പോൾ അത് കേട്ടിട്ട് സന്തോഷം ഉണ്ടാവണമെന്നില്ലല്ലോ. സച്ചേട്ടാ, സംസാരം കഴിഞ്ഞെങ്കിൽ പോയി കിടന്നുറങ്ങിക്കോളൂ. ഞെട്ടിപ്പോയല്ലേ? Many happy returns of the day അച്ഛനെടുത്തി. എടുത്ത് വന്നേ, ഇത് നോക്കി. ഈ സർപ്രൈസ് ഒരുക്കിയത് സന്ദീപും സ്നേഹയും കൂടിയാ. നമുക്ക് കേക്ക് കിട്ടിയണ്ടേ? എടുത്തി വാ. ഇവിടെ നിൽക്ക്.
ആ സച്ചി, നീ എന്താ മാറി നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. എടുത്തി അങ്ങോട്ട് ചേർന്ന് നിന്നേ. കേക്ക് കട്ടി. സച്ചി, നീ എന്താ നോക്കി നിൽക്കുന്നേ? അർച്ചനയ്ക്ക് കേക്ക് കൊടുക്ക്. ഇനി ഏട്ടത്തെ ഏട്ടന് കൊടുക്ക്. ഇങ്ങതാ. നന്മ നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. എല്ലാവർക്കും എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഏട്ടതിയെ വെറും നന്ദിയില് മാത്രം ഒതുക്കിയാ പോരാ. പിന്നെന്താ വേണ്ടേ? എന്താ വേണ്ടെന്നേ ഞങ്ങൾ തീരുമാനിച്ചോളാം. അല്ലേ സച്ചേട്ടാ? ഇപ്പൊ ഞങ്ങൾ എന്ത് പറഞ്ഞാലും നടത്തി തരാൻ സച്ചേട്ടാ റെഡിയാ. ഭാര്യയുടെ പിറന്നാളല്ലേ? അവന്റെ മുഖം കണ്ടോ? യാതൊന്നും അറിയാത്തൊരു ഭാവം. അപ്പൊ സച്ചേട്ടാ എങ്ങനെയൊക്കെയാ പ്ലാൻ? ഈവന്റ് മാനേജർ സന്ദീപ് റെഡിയാണ്. എവിടെ എപ്പോ എങ്ങനെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. റിസോർട്ടാണോ ബോട്ടാണോ അതോ ഇനി ആകാശത്ത് വെച്ചാണോ പാർട്ടി അറേഞ്ച് ചെയ്യണമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. സച്ചേട്ടാ ഇങ്ങൊന്ന്. ഏതായാലും നമുക്ക് റിസോർട്ട് വേണ്ട, നമുക്കൊരു ബോട്ട് പാർട്ടി മതി. അടിച്ച് പൊളിച്ചങ്ങ് ആഘോഷിക്കാം. അതൊന്നും വേണ്ട മോളെ, അത്രയും വലിയ ആഘോഷങ്ങളൊന്നും വേണ്ട. അതൊക്കെ നിന്റെ ഭർത്താവല്ലേ തീരുമാനിക്കണ്ടേ? അവനെ സംബന്ധിച്ച് അവന്റെ പ്രിയ ഭാര്യയുടെ ആദ്യ പിറന്നാളാ. അതെങ്ങനെ ആഘോഷിക്കണമെന്ന് അവൻ തീരുമാനിക്കട്ടെ, അല്ല സച്ചി? അല്ലടുത്തി, അത് ഞങ്ങള് അതൊക്കെ ഇവർ ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഏട്ടത്തി. ചിലപ്പോ ബർത്ത്ഡേ വിത്ത് ഹണിമൂൺ ആണെങ്കിലോ, ഒരു ഫോറിൻ ട്രിപ്പ്. അയ്യോ, അങ്ങനെയൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല. അല്ല, ഇന്ന് എന്റെ പിറന്നാളാന്ന് എങ്ങനെ മനസ്സിലായി? അതാണ് ഏട്ടത്തി, ഞങ്ങളെല്ലാം അറിയുന്നുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ആദ്യം മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ആഘോഷിക്കണമെന്ന് കരുതിയതാ. പിന്നെ പാതിരാത്രി അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ച് നേരം വെളുക്കാൻ കാത്തിരുന്നതാ. എനിക്ക് സച്ചേട്ടൻ അറിയാത്ത യാതൊരു സ്വകാര്യതയില്ല. ഞാൻ ഇതിനൊന്നും അല്ല സച്ചേട്ടനോട് നിൽക്കാൻ പറഞ്ഞത്. എന്റെ ജീവിതത്തിലെ ഒരു സന്തോഷം പറയാനാ. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ രണ്ടാളും ഞങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയാണോ ബർത്ത്ഡേയുടെ കാര്യം മറച്ചു വെച്ചത്? അവളൊരു കാര്യം പറയാൻ തുടങ്ങിയപ്പോ എന്തിനാ ഞാനത് തടഞ്ഞത്? അനാവശ്യ ഈഗോ. ഒരു നല്ല സുഹൃത്തായിട്ട് പോലും എനിക്കവളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ. അവളെ ആദ്യം വിഷ് ചെയ്യേണ്ടത് ഞാനായിരുന്നു. അവളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് പോലും ഞാനത് നശിപ്പിച്ചു. അവൾ എല്ലാവർക്കും സന്തോഷം കൊടുക്കുമ്പോൾ അവൾക്ക് സങ്കടം മാത്രം കൊടുക്കാൻ എനിക്ക് കഴിയുന്നുള്ളൂ. ഒരു വലിയ സോറി പറയണം, മനസ്സ് നിറഞ്ഞ് അവളെ ബർത്ത്ഡേ വിഷ് ചെയ്യണം.
അതെ, ഇന്നാണ് മോളുടെ പിറന്നാളെന്ന് നേരത്തെ പറയാതിരുന്ന എന്താ? സച്ചി, നിനക്കറിയില്ലായിരുന്നു ഇന്ന് അർച്ചനയുടെ പിറന്നാളാണെന്ന്.